16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിൻ്റെ 5ാം ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റം സംബന്ധിച്ച വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സർക്കാർ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആക്ഷേപം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തു നിന്ന് വി ജോയിയും മറ്റ് രണ്ടുപേരുമാണ് റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയത്. സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുകയാണെന്നും ഇത് ജീവനക്കാരുടെ മനോവീര്യം തകർക്കുമെന്നും വി ജോയി കുറ്റപ്പെടുത്തി. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി അന്യായമായി സ്ഥലം മാറ്റപ്പെടുകയാണ്. അത് വളരെ ഗുരുതരമായിട്ടുള്ള രോഗമുള്ളവർ, ക്യാൻസർ പോലുള്ള രോഗത്തിന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, വിരമിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളവർ, വനിതകൾ, ക്ലാസ് 4 ജീവനക്കാർ തുടങ്ങി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളെ പോലും ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കുമെന്നും യാതൊരുവിധ പ്രതികാര നടപടിയും കൈക്കൊള്ളില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. ഞങ്ങൾ ഏതായാലും പ്രതികാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യാതൊരു നടപടികളും സ്വീകരിക്കുന്നതല്ല സാർ. ഈ സർക്കാരിന്റെ നയം വളരെ വ്യക്തമാണ്. സർക്കാർ ജീവനക്കാരുമായിട്ട് സഹകരിച്ചു പോകാൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും സഹകരണം അതിൽ അഭ്യർത്ഥിക്കുന്നു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസിന് അവതരണാനുമതി നിഷേധിക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് സുതാര്യമായി നടന്നുവന്ന പൊതുസ്ഥലം മാറ്റം അട്ടിമറിക്കാനുള്ള ശ്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. കൃത്യമായ സർവീസ് സീനിയോറിറ്റിയും പരിഗണനാർഹമായ ഇതര യോഗ്യതകളും അനുസരിച്ച് സുതാര്യമായി നടത്തിവരുന്ന പൊതുസ്ഥലമാറ്റം അതാണ് കേരളത്തിൽ നടന്നു വന്നത്. അത് അട്ടിമറിക്കുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. ബഹുമാനായ മന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ഇത് തന്നെ ആവർത്തിക്കുമെന്ന സൂചനയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. തുടർന്ന് സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. കോവിഡ് മഹാമാരിക്ക് ശേഷം യുവാക്കൾക്കിടയിൽ പക്ഷാഘാതം വർദ്ധിച്ചു വരുന്ന സാഹചര്യം സംബന്ധിച്ച് AKM അഷ്റഫ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി KM മുരളീധരൻ മറുപടി നൽകി. നിലവിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഫിസിക്കൽ മെഡിസിൻ യൂണിറ്റിനോടനുബന്ധിച്ച് സ്ട്രോക്ക് പുനരധിവാസ യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. റോബോട്ടിക് റിഹാബിലിറ്റേഷൻ പോലുള്ള ആധുനിക പുനരധിവാസ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ ആരംഭിക്കുന്ന വിഷയം ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറുമായി ആലോചിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുന്നതാണ്. അഖിലേന്ത്യാ പ്രവേശന പരീക്ഷകളിൽ നടന്ന അട്ടിമറിയും ഇതിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളും സംബന്ധിച്ച് GR അനിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി N ഷംസുദ്ദീൻ മറുപടി നൽകി. പ്രസ്തുത കത്തിൽ ഒരു സ്വതന്ത്ര വിദഗ്ധ സമിതിയെ നിയമിച്ച് മൂല്യനിർണ്ണയത്തിൽ ഓൺ സ്ക്രീൻ മാർക്കർ മൂല്യനിർണ്ണയത്തിൽ ഉണ്ടായ പിഴവുകൾ പരിശോധിക്കുക, സംശയിക്കപ്പെടുന്ന സാങ്കേതിക മൂല്യനിർണ്ണയ പിഴവുകൾ പരിഹരിക്കുക, സമഗ്രമായ ടെക്നിക്കൽ ഓഡിറ്റിലൂടെ സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പരിശോധന പ്രക്രിയ നടത്തുക, സുതാര്യവും വിദ്യാർത്ഥി സൗഹൃദവും സമയബന്ധിതവുമായ പരാതി പരിഹാര സംവിധാനം ഉറപ്പുവരുത്തുക എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രധാന കാര്യം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടർന്നു. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തി M വിൻസെന്റ് അവതരിപ്പിച്ച ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയിൽ വിവിധ അംഗങ്ങൾ പങ്കെടുത്തു. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നത് നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ പൂർത്തിയായി. നമസ്കാരം.